അപ്പോൾ ഇനി സംസ്ഥാനത്ത് ഈ മഴയോടൊപ്പം തന്നെ കടൽക്ഷോഭവും വളരെ രൂക്ഷമായി തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് ഈ ശംഖുമുഖത്ത് എന്താണ് അവസ്ഥയെന്ന് നോക്കാം. സ്വാന്തന ചേരുന്നുണ്ട് ശംഖുമുഖത്ത് നിന്ന്. സ്വാന്തന, ഗുഡ് മോർണിംഗ്. കടൽക്ഷോഭം എങ്ങനെയാണ്? ഇപ്പോൾ ശാന്തമായിട്ടുണ്ടോ അതോ രൂക്ഷമാണോ? ഗുഡ് മോർണിംഗ് വെങ്കിടി, അതുപോലെ തന്നെ ശ്രുതി. നമുക്ക് നേരത്തെ പ്രസാദ് പറഞ്ഞതുപോലെ തന്നെ മഴ മാത്രമല്ല ഒരു പ്രശ്നം, അതിനപ്പുറത്തേക്ക് ഈ കടൽക്ഷോഭവും വലിയ ഒരു പ്രശ്നം തന്നെയായി മാറിയിരിക്കുകയാണ്. കാരണം അതുമായി ബന്ധപ്പെട്ട പല ജില്ലകളിലും ഇപ്പോൾ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ശംഖുമുഖത്താണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാം. കാരണം ആ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും എത്രത്തോളം ഒരു വ്യാപ്തി ഈ കടൽക്ഷോഭത്തിനുണ്ട് എന്നുള്ളത്. കാരണം ഈ പ്രദേശത്തൊക്കെ ഇപ്പോൾ തന്നെ കടൽ വലിയ രീതിയിൽ പ്രക്ഷുബ്ധമായ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ഇന്നലെയൊക്കെ തന്നെ വലിയ രീതിയിലുള്ള തിരമാലയൊക്കെ തന്നെയും ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് മുതൽ ഈ കള്ളക്കടൽ പ്രതിഭാസവും അതുപോലെ തന്നെ ഈ ഉയർന്ന തിരമാലയും ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് ഇന്നലെ വൈകുന്നേരം തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. ഈ തീരപ്രദേശത്താകെ, അത് തിരുവനന്തപുരം ജില്ലയിൽ മാത്രമല്ല മറ്റെല്ലാ തീരപ്രദേശങ്ങളിലും, കേരളത്തിലുള്ള എല്ലാ തീരപ്രദേശങ്ങളിലും ഈ ഉയർന്ന തിരമാലയും കള്ളക്കടൽ പ്രതിഭാസത്തിനുമുള്ള ജാഗ്രത വേണം എന്നൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമുക്ക് ഈ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ വ്യക്തമാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന പ്രദേശം കഴിഞ്ഞ തവണയൊക്കെ പെയ്ത മഴയിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടായ ഇടങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഇനിയും ഇങ്ങനെയും തിരമാലയും കടൽക്ഷോഭവും ഒക്കെ ഇങ്ങനെ നിലനിൽക്കുകയാണെങ്കിൽ പലയിടങ്ങളിലും ഉണ്ടാകാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ തീരപ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ പ്രത്യേകമായി ജാഗ്രത പാലിക്കണമെന്നൊരു അറിയിപ്പ് ഇന്നലെ തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മത്സ്യബന്ധനത്തിന് നിലവിൽ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ശക്തമായ ഒരു കാറ്റ് പലയിടങ്ങളിലും വീശുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ശക്തമായ ഒരു കാറ്റും അതുപോലെ ഈ തിരമാല ഒക്കെ ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ മത്സ്യബന്ധനത്തിനും വിലക്കാണ്. അത് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്നൊക്കെ തന്നെയും നിലവിൽ ഇപ്പോൾ ഈ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇതുമായി ബന്ധപ്പെട്ടുള്ള ജാഗ്രത പാലിക്കണമെന്നാണ് ഇപ്പോൾ പറയുന്നത്. പ്രത്യേകിച്ച് ഈ കടലിലിറങ്ങിയുള്ള വിനോദം, നമുക്കറിയാം വെക്കേഷനാണ്, പിന്നെ ഇന്ന് ഞായറാഴ്ചയാണ്. എല്ലാവരും ഒന്ന് ബീച്ചിലൊക്കെ പോയി ഒന്ന് ആഘോഷിക്കാം എന്നൊക്കെ വിചാരിക്കുകയാണെങ്കിൽ അതൊന്ന് മാറ്റി വെക്കുന്നത് തന്നെയായിരിക്കും നല്ലത് എന്നാണ് നമുക്ക് രാവിലെ തന്നെ സൂചിപ്പിക്കാനുള്ളത്. കാരണം കടൽ അത്രത്തോളം പ്രക്ഷുബ്ധമാണ്, വലിയ രീതിയിലുള്ള അപകട സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അറിഞ്ഞുകൂടാത്ത ആളുകളൊക്കെ വന്ന് ഈ കടലിലേക്കൊക്കെ ഇറങ്ങി ഒരു വിനോദത്തിനൊക്കെ മുതിരുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള അപകടം പിന്നീട് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ക്യാമ്പുകളൊക്കെ ഈ മേഖലയിൽ മുൻകരുതലായി സജ്ജീകരിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് അപ്ഡേറ്റുകളൊക്കെ? ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു. സ്വാതന ഇപ്പൊ പറയുന്നത് കേൾക്കുന്നില്ല. എന്തായാലും നമുക്ക് സ്വാതനയിലേക്ക് തിരിച്ചെത്താം. നമുക്ക് ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അപ്പോൾ ഇനിയും മഴ തന്നെ ആയിരിക്കും. കാരണം ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. അപ്പോൾ എല്ലാവരും, തിരുവനന്തപുരം ജില്ലയിലുള്ള ആളുകൾ മാത്രമല്ല സംസ്ഥാനത്തുടനീളമുള്ള ആളുകൾ മഴയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മുന്നറിയിപ്പുകളൊക്കെ തന്നെയും പാലിക്കണമെന്നതാണ് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നോട്ടേക്ക് വയ്ക്കുന്ന ഒരു അറിയിപ്പ്.